ഹലോ, വെൽക്കം ബാക്ക് ടു റെനീസ് ബ്യൂട്ടിഫുൾ വേൾഡ്. കഴിഞ്ഞ ആഴ്ച ഒരു യോഗട്ടും കൊണ്ട് തന്ന് പോയതാ. പിന്നെ ഒരു വിവരവും ഇല്ല. ഗട്ട് ഹെൽത്ത് ആക്കി തരാം, അല്ലെങ്കിൽ നല്ല ഹെൽത്തി ഗട്ട് ഉണ്ടാക്കി തരാം, അങ്ങനെയാണ് ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞ് ഞാൻ പോയി അല്ലേ. വീണ്ടും വന്നിരിക്കുവാണ് ഇന്ന് പുതിയൊരു അറിവായിട്ട്. ഇന്ന് നമ്മൾ എന്താ പറഞ്ഞു തരാം അല്ലേ. നമ്മുടെ ഇപ്പോഴത്തെ ഈ മോഡേൺ ലൈഫ് സ്റ്റൈലിൽ നമ്മളെല്ലാവരും ബിസിയാണ്. നമുക്ക് ജോലിക്ക് പോകണം, തിരിച്ചു വരണം, വീട്ടിലേക്കുള്ള ഫുഡ് ഉണ്ടാക്കണം. അതെല്ലാം ഉണ്ടാക്കി കഴിഞ്ഞ് കൊടുക്കുമ്പോഴോ പിള്ളേർ പറയോ, ഇന്നും ഈ ഫുഡ് തന്നെയാണോ, എനിക്കിത് വേണ്ട അല്ലേ. അങ്ങനെയുള്ളപ്പം നമ്മൾ എങ്ങനെ ഈ പിള്ളേർക്ക് എന്തെങ്കിലുമൊക്കെ ഇഷ്ടമുള്ള വിഭവങ്ങൾ നമുക്ക് എങ്ങനെ വീട്ടിലുണ്ടാക്കാം. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഒരു പിസയോ അതല്ലെങ്കിൽ ചിക്കൻ ഫ്രൈ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുമ്പോൾ പിള്ളേർക്ക് വീട്ടിലുണ്ടാക്കണം ഫുഡൊന്നും വേണ്ട. അവർക്ക് എപ്പോഴും എന്താ ഇഷ്ടം? പുറത്തുനിന്ന് ഫുഡ് കഴിക്കാനാണ് ഇഷ്ടം. ഈ പുറത്തുനിന്ന് കഴിക്കുന്ന ഫുഡുകളൊക്കെ ഹെൽത്തിയാണെന്ന് നമുക്കും അറിയത്തില്ല. അവർ ഏത് എണ്ണയിലാണ് ഉണ്ടാക്കുന്നത്, എന്തൊക്കെയാണ് അതിനകത്ത് ഇൻഗ്രീഡിയൻസ്, ഇതെല്ലാം ഹെൽത്തി ആണോ, ഇതൊന്നും നമുക്കറിയില്ല. അപ്പം നമ്മൾ ഓർക്കും, അയ്യോ ഇതൊക്കെ നമുക്ക് വീട്ടിലുണ്ടാക്കാൻ കഴിഞ്ഞെങ്കിൽ. പക്ഷെ എനിക്ക് ഉണ്ടാക്കണമെന്നുണ്ട്, എങ്ങനെ ഉണ്ടാക്കാമെന്ന് എനിക്ക് അറിയില്ല. അതല്ലേ നമ്മുടെയൊക്കെ പ്രശ്നം. അതിനൊരു കൊച്ചു പരിഹാരമായിട്ടാണ് ഞാൻ വന്നേക്കുന്നത്. വേറെ ഒന്നുമല്ല, നമ്മളൊക്കെ കടയിൽ നിന്ന് വാങ്ങുന്ന ഈ പിസ്സ നമുക്കെങ്ങനെ വീട്ടിലുണ്ടാക്കാം, അതിൻ്റെ ഒരു കൊച്ചു ടിപ്പുമായിട്ടാണ് ഞാൻ വന്നേക്കുന്നത്. അപ്പം എല്ലാവരും പിസ്സ ഡോ റെസിപ്പി കേൾക്കാനായിട്ട് റെഡി ആയില്ലേ? അതൊക്കെ കേൾക്കുന്നതിന് മുമ്പ് ആ താഴത്തെ ബെൽ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യേ, എന്നിട്ട് എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ, റെനീസ് ബ്യൂട്ടിഫുൾ വേൾഡ്. അപ്പം ഇനി നമുക്ക് പിസ്സ ഡോയിലേക്ക് കിടക്കാം. അതിനുവേണ്ടി നമുക്ക് ആദ്യം വേണ്ടത് ക്ലീൻ ആയിട്ടൊരു ബൗളാണ്. ആ ബൗളിനകത്തേക്ക് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഒരു അര ഗ്ലാസോളം ഇളം ചൂടുവെള്ളം, ഭയങ്കര തണുത്ത വെള്ളമോ ഭയങ്കര ചൂടുവെള്ളമോ അല്ല, ഇളം ചൂടുവെള്ളം ഒഴിക്കുക. ഇപ്പം ഇവിടെയൊക്കെ ആണെങ്കിൽ ഭയങ്കര തണുപ്പാണ്, ഇപ്പം നല്ല ഐസി കോൾഡ് വിൻ്റർ അല്ലേ ഇപ്പം. അപ്പം അങ്ങനെ വരുമ്പം ആ പാത്രത്തിൽ നമ്മൾ ചൂടുവെള്ളം വാം വാട്ടർ ഒഴിച്ചാൽ അത് തണുത്തായിട്ടിരിക്കും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്നാ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ആ ബൗളെടുത്തിട്ട് ഒന്ന് ചൂടുവെള്ളത്തിൽ ചുറ്റിച്ചിട്ട് ഒന്ന് കളയാം. ടാപ്പ് ഓൺ ചെയ്യല്ലേ വേണ്ടു. എന്നിട്ട് അതിനകത്തേക്ക് ഈ അരക്കപ്പ് ഇത് ഒഴിക്കുക, ചൂടുവെള്ളം ഒഴിക്കുക. വാം വാട്ടർ കേട്ടോ, മറക്കല്ലേ, ഇളം ചൂടുവെള്ളം. എന്നിട്ട് അതിനകത്തേക്ക് നമ്മൾ അര ടീസ്പൂൺ പഞ്ചസാരയും ഒരു ടീസ്പൂണോളം ഉപ്പും ചേർക്കുക. എന്നിട്ട് അതിനകത്തേക്ക് കുറച്ച് ഈസ്റ്റ്, ഒരു 7 ഗ്രാമോളം ഈസ്റ്റ് അതിനകത്തേക്ക് ഇടാം. ഡ്രൈ ഈസ്റ്റെങ്കിൽ ഡ്രൈ ഈസ്റ്റ്, അല്ലെങ്കിൽ ഇൻസ്റ്റാൻറ്റ് അത് ഇട്ടിട്ട് ഒരു 10 മിനിറ്റോളം വെച്ച് കഴിയുമ്പോൾ അതങ്ങ് നന്നായി പൊന്തി വരും. അത് അടച്ചു വെക്കണം പാത്രം കേട്ടോ, അപ്പോൾ നന്നായി പൊന്തി വരും. എന്നിട്ട് ആ പൊന്തി വന്ന് അതിനകത്തേക്ക് നമ്മൾ ആവശ്യത്തിനുള്ള മൈദ ഇടുക. ഒരു 250 ഒരു 2 കപ്പ് ഇടുകയാണെങ്കിൽ ഏകദേശം ഒരു 500 ഗ്രാമോളം മൈദ വേണ്ടി വരും. അതിനകത്തേക്ക് ഇവിടെ പ്ലെയിൻ ഫ്ലേവർ എന്ന് പറയും, നാട്ടിലാണെങ്കിൽ നമ്മുടെ മൈദ മാവ് അത് ഇടുക. അതിനകത്തേക്ക് ആവശ്യത്തിന് ഉപ്പും കുറച്ച് ഓയിൽ. അതിപ്പം ഞാനിവിടെ എടുക്കുന്ന സൺഫ്ലവർ ഓയിലാണ്. നിങ്ങൾക്ക് ഒലിവ് ഓയിലോ സൺഫ്ലവർ ഓയിലോ ചേർക്കാം. ഒരു കാരണവശാലും വെളിച്ചെണ്ണ ഒഴിക്കല്ലേ. എന്നിട്ട് ഇത് നമ്മൾ നന്നായിട്ട് നമ്മുടെ ഈ ദോശ പോട്ടെ, എന്തോ പറയുക, ചപ്പാത്തി മാവിനെ കുഴക്കത്തില്ല, അതുപോലെ കുഴച്ച് നല്ല മിനുസമാക്കി നന്നായി സോഫ്റ്റാക്കി കുഴച്ച് വയ്ക്കുക. ഡ്രൈ ആക്കരുത്, നന്നായിട്ട് കുഴച്ചത് ഇടും നല്ലതാണ്. എന്നിട്ട് ഇത് നന്നായി കുഴച്ചിട്ട് ഭയങ്കരത്തിൽ നല്ലൊരു ബോൾ പരുവത്തിലാക്കിയിട്ട് ആ പാത്രത്തിൽ വെക്കുക. നമ്മൾ വേറെ പാത്രത്തിൽ വെക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും. അതായത് നമ്മൾ ഇനി എടുക്കാൻ പോകുന്ന പാത്രത്തിൽ എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ബോൾ അങ്ങനെ തന്നെ അതിൽ കൊണ്ട് വെക്കുകയാണെങ്കിൽ എന്തുണ്ടാവും, ഈ സാധനം മൊത്തം ഡ്രൈ ആയി പോവും. അപ്പം നമ്മുടെ പിസ്സയ്ക്ക് ആ ഒരു സോഫ്റ്റ്നെസ് ഒന്നും കിട്ടത്തില്ല. അതുകൊണ്ട് നമ്മൾ എന്താ ചെയ്യണം, നമ്മൾ വെക്കാൻ പോകുന്ന പാത്രത്തിൽ കുറച്ച് ഓയിൽ വെച്ചിട്ട് ഒന്ന് ചെയ്തെടുക്കുക. അതുപോലെ ഈ ബോൾ ഉണ്ടല്ലോ, നമ്മുടെ നമ്മൾ ഈ ചപ്പാത്തിക്ക് പോലെ കുഴച്ച് വെച്ച മാവ്, ഈ പിസ്സാൻ്റെ ഡോ, അതിൻ്റെ മേലെ ഒന്ന് ലെയർ ചെയ്തിട്ട് കുറച്ച് ഓയിൽ പുരട്ടി വയ്ക്കുക. എന്നിട്ട് ഇത് ഡ്രൈ ആവാതിരിക്കാൻ നമ്മൾ ഒരു കാര്യം കൂടെ ചെയ്യണം, മറക്കാതെ നമ്മുടെ ക്ലിംഗ് ഫിലിം എടുത്തിട്ട് അതൊന്ന് അടച്ചു വെക്കുക. ക്ലിംഗ് ഫിലിം നിങ്ങളുടെ കയ്യിൽ ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഒരു വെള്ള തുണിയോ മീൻസ് എന്തെങ്കിലും ഒരു തുണി, എന്താ പറയുക, കോട്ടൺ തുണി വെച്ചിട്ട് അതൊന്ന് അടച്ചു വയ്ക്കുക. അപ്പം അത് ആ സോഫ്റ്റ്നെസ് അവിടെ നിൽക്കും. എന്നിട്ട് നമ്മളത്
ചൂടുള്ള ക്ലൈമറ്റൊക്കെ ആണെങ്കിൽ അങ്ങനത്തെ വെതറിൽ അതൊരു 1 hour കൊണ്ട് അത് പൊങ്ങിക്കിട്ടും. അത് നമ്മൾ പൊങ്ങാൻ വെക്കണം. ഇപ്പം ഇവിടെയൊക്കെ എനിക്ക് ഈ പ്രാവശ്യം എനിക്ക് ഉണ്ടാക്കിയപ്പം 3 hours പിടിച്ചു അതൊന്ന് പൊങ്ങി വരാൻ വേണ്ടിയിട്ട്. നമ്മുടെ വെതറിനനുസരിച്ച് അത് വ്യത്യാസം വരും. 1 to 3 hours എന്താണെങ്കിലും പൊങ്ങി വരും. എന്നിട്ട് പൊങ്ങാൻ വേണ്ടിയിട്ട് ഈ ഇത് നമ്മൾ ഉണ്ടാക്കി വെച്ച കുഴച്ച് വെച്ച സോഫ്റ്റാക്കി വെച്ച മാവ് അവിടെ വെച്ചതിന് ശേഷം ഇനി നമുക്ക് പിസ്സയ്ക്കുള്ള ബാക്കി സാധനങ്ങൾ ഉണ്ടാക്കാം. ഞാൻ പിസ്സ സോസ് എങ്ങനെ ഉണ്ടാക്കിയെന്നുള്ളത് വേറെ ഒരു വീഡിയോയിൽ പറയാം. പിസ്സ സോസ് ഞാൻ ഓൾറെഡി ഉണ്ടാക്കി വെച്ച പിസ്സ സോസോ അല്ലെങ്കിൽ നമുക്കിവിടെ നമ്മുടെ സൂപ്പർ മാർക്കറ്റുകളിലൊക്കെ ഇത് വാങ്ങാൻ കിട്ടും. ആവശ്യമുള്ള പിസ്സ സോസോ അത് വാങ്ങിച്ചിട്ട് അതോ അല്ലെങ്കിൽ നമ്മൾ വീട്ടിലുണ്ടാക്കും. ഇപ്പം ഇതിലേക്ക് നമുക്ക് വേണ്ടത് ഇതിലേക്കുള്ള ഒരു സോസാണ് ഞാൻ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നത്. അതെന്താണ് ഞാൻ അടുത്തൊരു വീഡിയോ ആയിട്ട് പറയാം കേട്ടോ. സോസ് നമുക്ക് ഉപയോഗിക്കാം പിസ്സയ്ക്ക് വേണ്ടിയിട്ട്. അത് റെഡിയാക്കി വയ്ക്കുക. അതുപോലെ നമുക്ക് ആവശ്യമുള്ള കുറച്ച് വെജിറ്റബിൾസ്, വേറെ ഒന്നുമല്ല, നമ്മൾ ഞാൻ എടുക്കുന്ന ഓണിയൻ, പെപ്പേഴ്സ്, അതായത് 3 കളേഴ്സ് പെപ്പേഴ്സ്. എനിക്ക് കളർഫുള്ളായിട്ടിരിക്കുന്ന ഇഷ്ടമായതുകൊണ്ട് ഞാൻ ആ 3 കളേഴ്സും എടുക്കാറുണ്ട്. ഗ്രീനും റെഡും യെല്ലോയും. എനിക്ക് 3 കളർ ഇഷ്ടമാണ്. എന്നിട്ട് അത് നമ്മൾ ചെറിയ കുഞ്ഞ് സ്ക്വയർ പീസായിട്ട് നമ്മൾ നേരത്തെ അരിഞ്ഞ് വെച്ചിട്ടുണ്ടാവുക. നമ്മുടെ ഓണിയൻ ആണെങ്കിലും ചുമ്മാ കുരുകുരുന്നറിയാതെ സ്ക്വയർ പീസസ് ആയിട്ട് അരിഞ്ഞ് കറക്റ്റായിട്ട് വയ്ക്കുക. അത് ഞാൻ ഉടനെ കാണിക്കുക അതിനകത്ത്. കാരണം ഞാൻ സെപ്പറേറ്റ് വീഡിയോ എടുത്ത് വെക്കാനായിട്ട് എനിക്ക് ആ സമയത്ത് പറ്റിയില്ല. അതുകൊണ്ടാണ് ഞാനിങ്ങനെ പറയുന്നത്. പക്ഷേ വീഡിയോ ഇതിനിടയ്ക്ക് ആഡ് ചെയ്യുന്നതായിരിക്കും. പിന്നെ നമുക്ക് വേണ്ട മറ്റൊരു ഇൻഗ്രീഡിയൻറ്റ് നമുക്ക് റെഡി ആയിട്ടിരിക്കണം. മറ്റൊന്നുമല്ല, ചീസ്. ഞാനിവിടെ മൊസറല്ല ചീസാണ് ഉപയോഗിക്കാറ്. ഗ്രേറ്റഡ് മൊസറല്ല ചീസ് നമുക്കിവിടെ സൂപ്പർ മാർക്കറ്റിൽ വാങ്ങാൻ കിട്ടും. അതിൻ്റെ ഒരു 2 or 3 പാക്കറ്റ് നമുക്കിതിനൊപ്പം ചീസ് കൂടുതലുള്ളതാണ് ഇതിന് ടേസ്റ്റ് ഉണ്ടാവുക. പിള്ളേർക്ക് ഇവിടെ ചീസ് ഇഷ്ടമുള്ളതുകൊണ്ട് ഞാൻ നിയർലി ഒരു പിസ്സയ്ക്ക് 1 full ഇത് എടുക്കാറുണ്ട്. 1 full പാക്കറ്റ് മൊസറല്ല ചീസ് എടുക്കാറുണ്ട്. ആ മൊസറല്ല ചീസും റെഡിയാക്കി വെക്കുക. പിന്നെ അതുപോലെ ചിക്കൻ ടിക്കയുടെ ടിക്ക മസാല പുരട്ടിയ ചിക്കൻ നമ്മളത് വേവിച്ച് ഞാനിപ്പോൾ ഇവിടെ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പം ഹെൽത്തി നമ്മളെല്ലാവർക്കുള്ള ചിക്കനാണ് നമ്മളിങ്ങനെ എണ്ണ കുറവൊക്കെ ഹെൽത്തി ആയിട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് എയർ ഫ്രയറിൽ വെച്ച് ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പം പണി എളുപ്പമാണ്, മാത്രമല്ല ഹെൽത്തി ഡിഷുമാണ്. ഹെൽത്ത് നോക്കുന്ന ആൾക്കാരാണ്. അപ്പം ഹെൽത്തി ചിക്കൻ ആവാൻ വേണ്ടി ഞാനത് ചുമ്മാ മസാല പുരട്ടി വെച്ചിട്ട് അത് ചുമ്മാ എയർ ഫ്രയറിൽ ഇതാക്കി എടുക്കുക ചെയ്യാറ്. അല്ലാതെ എണ്ണയിൽ വറുക്കി വേവിക്കൊന്നും ചെയ്യാറില്ല. എയർ ഫ്രയറിൽ എടുത്തൊരു 20 minutesനകത്ത് അത് വെന്ത് കിട്ടും. എന്നിട്ട് അത് മുറിച്ച് കഷ്ണങ്ങളായിട്ട് എടുക്കുക. അങ്ങനെയാണ് ഞാൻ ചെയ്യാറ്. അപ്പം ഞാൻ ഇതിൽ കാണുന്ന പോലെ നമ്മൾ പിസ്സയ്ക്കകത്ത് ആവശ്യമുള്ള മൊസറല്ല ചീസും വെജിറ്റബിൾസും ചിക്കനും എല്ലാം ഇട്ടിട്ട് ഓവനിൽ വെക്കുക. 20 minutes വെക്കണം. 180 degreeലാണ് ഞാൻ വെക്കാറ്. 230 വെക്കുന്നവരും ഉണ്ട്. നിങ്ങളുടെ ഓവൻ്റെ അനുസരിച്ച് നിങ്ങൾ വെക്കുക. അപ്പോൾ നോക്കൂ, ഇത് കഴിഞ്ഞിട്ട് നമ്മുടെ യമ്മി പിസ്സ റെഡി ആയിട്ടുണ്ട്. 23 minutesോളം വെക്കണം. അപ്പം ഈ പിസ്സ ഉണ്ടാക്കുമ്പം നമ്മുടെ ഓവൻ്റെ ടെമ്പറേച്ചർ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ നോർമലി ബിറ്റ്വീൻ 180 to 200 degree സെൽഷ്യസിലാണ് ഇടാറ്. പക്ഷേ ആൾക്കാർ പലരും പല വ്യത്യസ്ത ടെമ്പറേച്ചറിൽ ഇടാറുണ്ട്. ചിലർ 200 and 250 വരെ ഇടുന്ന ആൾക്കാരുണ്ട്. ഞാൻ ബിറ്റ്വീൻ നോർമലി 180 ആണ് ഇടാറ്. അപ്പം നിയർലി ഒരു 20 minutes കൊണ്ടൊക്കെ അത് റെഡിയായി വരാറുണ്ട്. നിങ്ങളുടെ ഓവൻ്റെ ടെമ്പറേച്ചർ അനുസരിച്ച് നിങ്ങൾ ഇടയ്ക്ക് നോക്കിക്കഴിഞ്ഞാൽ അത് അറിയാൻ പറ്റും. ഇതൊന്നും അല്ലാതെ വീടുകളിൽ നോൺ സ്റ്റിക്ക് പാത്രത്തിലും ആൾക്കാർ പിസ്സ ഉണ്ടാക്കാറുണ്ട്. ഞാനിതുവരെ ട്രൈ ചെയ്തിട്ടില്ല, അതുകൊണ്ട് എനിക്കറിയില്ല. പക്ഷേ നിങ്ങൾക്ക് ട്രൈ ചെയ്യാം. അവർ പറയുന്ന നോൺ സ്റ്റിക്ക് പാത്രത്തിലെടുത്തിട്ട് അതിലടിയിൽ എന്തെങ്കിലും സാധനം വെച്ച് നമ്മുടെ ഓവൻ പ്രീ ഹീറ്റ് ചെയ്യുന്ന പോലെ അത് ചൂടാക്കി കുറച്ച് നേരം ഇട്ടതിന് ശേഷം അതിനകത്ത് പിസ്സ ഉണ്ടാക്കിയത് എന്തെങ്കിലും സംഭവം അടിയിൽ വെച്ചിട്ട് അതിൻ്റെ മേലെ വെച്ച് അടച്ചു വെച്ചിട്ട് 15 minutesലൊക്കെ ഉണ്ടായി കിട്ടുമെന്ന് പറയുന്നു. പക്ഷേ ഞാൻ ഇതുവരെ ട്രൈ ചെയ്യാത്തതുകൊണ്ട് എനിക്കതിനെക്കുറിച്ച് ഒരു ഐഡിയ ഇല്ല. സോ നിങ്ങൾക്ക് ട്രൈ ചെയ്യാം. എന്നിട്ട് കമൻറ്റ് ബോക്സിലിടാം കറക്റ്റായോ എന്താണെന്നുള്ളത്. ഇപ്പം ഇതെല്ലാം കഴിഞ്ഞ് നമ്മുടെ പിസ്സ റെഡിയായി. ഒരു 20-25 minutes എടുത്തു. പക്ഷേ നല്ല ടേസ്റ്റി. വാവ്, കൊതിയാവുന്നുണ്ട്.